ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോൾ ചോറ് കഴിച്ചാലും നമുക്ക് കുറച്ച് അച്ചാർ വേണമെന്ന് തോന്നാറില്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലെമൺ ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 കിലോ ലെമൺ ഞാൻ ചെറിയ ഇങ്ങനെ നീളത്തിൽ മുറിച്ച് ഉപ്പിട്ട് ഒരു 2 ആഴ്ച മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ലെമൺ മുറിക്കുക, കുറച്ച് ഉപ്പിടുക, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചേക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാം ഡേറ്റ്സും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കായവും ഉലുവയും ഒന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ഇപ്പോൾ ഒരു ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉലുവ ആദ്യം ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലോട്ട് മാറ്റാം. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ കട്ടക്കായാണ് ഉപയോഗിക്കുന്നത്. അതൊരു ചെറിയ പീസ് കായം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് അതും കൂടെ പൊടിച്ചെടുക്കാം. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പൊടിക്കാനായിട്ട് എടുക്കുന്നത്. കട്ടക്കായമില്ലാത്തവർ കായത്തിൻ്റെ പൊടിയായിട്ട് മേടിക്കാൻ കിട്ടുമല്ലോ, അത് മുളക് പൊടിയൊക്കെയും ചേർക്കുന്ന ആ ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ കായവും ഉലുവയും കൂടെ പൊടിച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. നമ്മുടെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ഉണക്കമുളകും കൂടെ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അതൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തർക്കുടെ ഇഷ്ടം അനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെയും കുറച്ച് അധികം ഇരിക്കുന്നതാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ഇടുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി നാരങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി നാരങ്ങ ഇട്ടതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കായവും ഉലുവയും കൂടെ പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയുടെ എരിവൊക്കെ നോക്കി അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തീ ഓൺ ചെയ്ത് ഇനി അതിലേക്ക് വേണ്ട ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് വിനെഗറാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് വൈറ്റ് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും നിങ്ങളുടെ കയ്യിലുള്ള ചൊറുക്കയുടെ പുളിയൊക്കെ അനുസരിച്ച് അത് നിങ്ങളുടെ പുളിയുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ചൊറുക്ക ഒന്ന് തിളച്ച് നല്ലൊരു ഗ്രേവി ആവും. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 300 ഗ്രാം ഈന്തപ്പഴമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഈന്തപ്പഴത്തിൻ്റെ അളവൊക്കെ മാറ്റാവുന്നതാണ്. ഈന്തപ്പഴത്തിൻ്റെ കുരുവൊക്കെയും കളഞ്ഞ് നീളത്തിൽ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയിൽ നിന്ന് നല്ലോണം നീരിറങ്ങും. അപ്പോൾ നാരങ്ങ ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈന്തപ്പഴം അതിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അച്ചാറിന് നല്ല കളറ് കിട്ടും. ഈ സ്റ്റേജിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിടാം. പുളി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടെ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. മധുരം കുറവുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇത്തിരിയും കൂടി ഗ്രേവി വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം ആരും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഗ്രേവിയുടെ അളവ് അനുസരിച്ച് വെള്ളം കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇത്തിരിയും കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് ഇഷ്ടം. ഒരുപാട് ചാറ് വേണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം വെള്ളം ഒഴിക്കാഞ്ഞത്.
ഇത്തിരി മധുരം കൂടെ മുന്നിട്ട് നിൽക്കണം എന്ന് തോന്നിയത് കാരണം ഞാൻ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരവും നല്ല പുളിയും എരിവും എല്ലാം ഉള്ള ഒരു അച്ചാറാണ്. ഓരോരുത്തർക്കുടെ ഇഷ്ടം അനുസരിച്ച് പുളിയും മധുരവും എരിവും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒട്ടും വെള്ളമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. എത്ര നാൾ വേണമെങ്കിലും ഈ അച്ചാർ ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിരിയാണിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും വീട്ടിൽ ഇതുപോലെ നാരങ്ങയും ഡേറ്റ്സും ഇട്ട് അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.